ഹലോ, പുതിയൊരു ഡേ ഇൻ മൈ ലൈഫിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ആസ് യൂഷ്വൽ നമുക്ക് പ്രത്യേകിച്ച് തിരക്കുകളൊന്നുമില്ല, നല്ല ഹാപ്പിയായി റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ പൂരിയും പൊട്ടറ്റോ കറിയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ സാധാരണ പൂരി ഉണ്ടാക്കുമ്പോൾ എനിക്ക് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ പറ്റാറുണ്ട്, പക്ഷേ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളി പൂരിയായിരുന്നു. അയ്യോ, അതിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിൽ സങ്കടമായിരുന്നു, കാരണം അത്ര നല്ല പൂരിയും അതുപോലെ അടിപൊളി മസാലക്കറിയായിരുന്നു. പിന്നെ തലേ ദിവസം ഞങ്ങൾ വൈപ്പിനിൽ പോയിട്ട് കുറച്ചധികം മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് നന്നായി കറി വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വറുത്തരച്ച കറിയാണ് വെക്കുന്നത്. അതിനുവേണ്ടി ഇപ്പുറത്ത് തന്നെ തേങ്ങ വറുക്കുകയാണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ മോന് ക്യാരംസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ക്യാരംസ് കളി തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മീൻകറി റെഡിയായി വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പുളിയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. അതവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോഴത്തേനും ഇനി ബാക്കി നമുക്കൊന്ന് അടിച്ചു വാരിയിടണം. അപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ പുറത്ത് പോയി കഴിക്കാം, മാരിയറ്റിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പോയുള്ളൂ. കുട്ടികൾക്ക് ഫുഡ് ഓർഡർ ചെയ്യുമായിരുന്നു. കുറേ നാളായി മാരിയറ്റിൽ പോകാൻ വേണ്ടി വിചാരിക്കുന്നു. അങ്ങനെ സൺഡേ ഞങ്ങൾ അങ്ങനെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതാണ് മാരിയറ്റ്. അപ്പം എല്ലായിടത്തെയും പോലെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യലും സാനിറ്റൈസിങ്ങും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഒരു മാംഗോ ജ്യൂസാണ് അവർ സെർവ് ചെയ്തത്. ഞാൻ കുറച്ചേ എടുത്തുള്ളൂ, കാരണം നമുക്ക് ബഫേ ആകുമ്പോൾ നല്ലോണം കഴിക്കണമല്ലോ. അപ്പം ഇച്ചിരി കഴിച്ചു. പിന്നെ നമ്മൾ സൂപ്പ് എടുക്കാൻ പോയി. അപ്പോൾ ആ ടൈമിൽ അവർ ടേബിളിൽ സെർവ് ചെയ്ത ഡിഷാണിത്. ചാട്ടോ എന്താ, എനിക്കതിൻ്റെ കറക്റ്റ് പേരറിയില്ല. തൈരും പിന്നെ ആ മിക്സ്ചർ പോലത്തെ സംഭവങ്ങളും അതിനകത്ത് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള. അപ്പം അതിൻ്റെ പേരറിയാവുന്നൊരു കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ സൂപ്പ്, നോൺ വെജ് സൂപ്പ് എടുത്തത്. ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പിൽ ക്യാരറ്റും ബ്രോക്കോളിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി സൂപ്പായിരുന്നു. അപ്പോൾ അതും കുറച്ചേ എടുത്തുള്ളൂ. അത് കഴിഞ്ഞ് മെയിൻ കോഴ്സിലോട്ട് പോയി. അപ്പോൾ ഞാനെടുത്ത ഐറ്റംസ് ഗോൾഡൻ കോൺ റൈസ്, ഗോൾഡൻ കോൺ വേറെ എന്തോ വെച്ചിട്ടുള്ള റൈസ്, പിന്നെ പനീർ ബട്ടർ മസാല, സീ ഫുഡ് സൂപ്പ്, പിന്നെ ഒരു പിന്നെ കുറേ സാലഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 തരം എടുത്തു. ഒരു വെജ് സാലഡും എടുത്തു, പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു സാലഡ്, ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സാലഡ്. പിന്നെ ഈ യെല്ലോ കളറിൽ കാണുന്നത് സുഷിയാണ്. ഇത് വെജ് സുഷിയാണ് എടുത്തത്. പിന്നെയും പ്ലേറ്റിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. ഇത് ഷവർമയാണ്. നമുക്ക് ആവശ്യമുള്ള ചെറിയ പീസിൽ അവരുണ്ടാക്കി തന്നു. നല്ല അടിപൊളി ഷവർമയായിരുന്നു കേട്ടോ, പറയാതെ വയ്യ. പിന്നെ നമുക്ക് അധികം കഴിക്കാനുള്ള വയറിലെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കുറച്ചേ എടുത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ലൈവായിട്ട് അവർ ഗ്രില്ല് ചെയ്ത് തന്ന ടൈഗർ പ്രോൺസ് ആണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, നമുക്ക് ചൂസ് ചെയ്യായിരുന്നു ഏതാ വേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് പ്രോൺസ് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് പ്രോൺസ് ഗ്രില്ല് ചെയ്ത് തന്നു. അതും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെയും ഒരുപാട് ഐറ്റംസ്, ബിരിയാണി, പിന്നെ റൊട്ടി സ്റ്റൈലുള്ള ഐറ്റംസ്, അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് എല്ലാം കൂടി കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അത്രയൊക്കെ കഴിച്ചുള്ളൂ. പിന്നെ ഡെസേർട്ട് സെക്ഷനുണ്ട്, പക്ഷെ പുഡിങ്ങും ഐസ്ക്രീമും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കുറേ കേക്ക്സും പിന്നെ ഫ്രൂട്ട്സ്, പലതരം ഹൽവ, ചോക്ലേറ്റ് ബിസ്ക്കറ്റ്, അങ്ങനെയുള്ളത് ഐറ്റംസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. എനിക്ക് അധികം പിക്ചേഴ്സൊന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല, കാരണം ആരും അങ്ങനെ ഷൂട്ടിങ്ങൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അവിടുത്തെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ. ഒരു ഹാലോവീൻ്റെ ഫേസൊക്കെ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല കേക്കൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കണ്ട് നടക്കാൻ തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ ഞാൻ അതൊന്നും തന്നെ ഷൂട്ട് ചെയ്തില്ല, ഇനിയിപ്പോൾ അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ തിരിച്ച് ചെന്നപ്പോൾ കുട്ടികളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ശരിക്കും ഒന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങി. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു വെയിറ്റ് ലോസ് ജേർണി നടക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ദിവസം ഞാനതെടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ ഇതെപ്പോഴും കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി അല്ലല്ലോ. അപ്പോൾ ഇത് നവംബർ 1 അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാനിങ്ങിൽ
ഫസ്റ്റ് ഡേ വരുന്ന ക്ലീനിങ് നമ്മുടെ മാറാല എടുക്കൽ അല്ലെങ്കിൽ കോബ്വെബ്സ് എടുക്കുന്ന ആ പണിയാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അതെന്തായാലും നമുക്ക് മുടക്കാൻ പറ്റില്ലല്ലോ. ഫസ്റ്റ് ഡേ ആണ്, ഫസ്റ്റ് ഡേ എന്തായാലും തെറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യാണ്. പിന്നെ ഭയങ്കര പാടായിരുന്നു ഇത് ഷൂട്ട് ചെയ്യാൻ. കാര്യം എനിക്ക് ട്രൈപോഡ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ. അപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് അധികം മാറാലയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇച്ചിരി ഭാഗ്യമായി. അപ്പോൾ ഞാൻ എല്ലാ റൂമിലൊക്കെ പോയി നടന്ന് ആ പണി അങ്ങ് വേഗം തീർത്തു. പിന്നെ നമ്മുടെ ഡീക്ലട്ടറിങ്ങിലെ ഡേ 1 വരുന്നത് ഹാൻഡ് ബാഗ്സ് ക്ലീൻ ആൻഡ് ഡീക്ലട്ടറിങ് ആണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഹാൻഡ് ബാഗ് എടുത്തു. ഇത് ഒരുപാടൊന്നും യൂസ് ചെയ്യുന്ന ഹാൻഡ് ബാഗല്ല, എന്നാലും പെട്ടെന്നൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ യൂസ് ചെയ്യുന്ന ബാഗറ്റിൻ്റെ ഹാൻഡ് ബാഗാണ്. അതിനകത്ത് ഒരു കവറുണ്ടായിരുന്നു, കുറച്ച് പൈസ ഉണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു, പിന്നെ കുറച്ച് കോയിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് മാറ്റുകയാണ്. പിന്നെ അതെ നമ്മുടെ പേഴ്സ് ഉണ്ട്. അപ്പോൾ പേഴ്സിനകത്തോട്ട് ആ സൈഡ് പോക്കറ്റിലുണ്ടായിരുന്ന കുറച്ച് കാശ് എടുത്ത് തിരിച്ചു വെച്ചു. പിന്നെ ആ കോയിൻസും ഞാൻ പേഴ്സിനകത്തോട്ട് ഇട്ടു. പിന്നെ ആ കവറ് ഞാൻ തിരിച്ച് ബാഗിൽ തന്നെ വെക്കാമെന്ന് വെച്ചു. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കവേഴ്സൊന്നും ഇപ്പോൾ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു കവർ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ ആ ബാഗിൻ്റെ കാര്യം കഴിഞ്ഞു. അടുത്തത് അതുപോലെ തന്നെ ഒരു സ്ലിംഗ് ബാഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഹിമാലയയുടെ ബേബി വൈപ്സ്, സാനിറ്റൈസർ, പിന്നെ ഇതേ ഒരു ഹെയർ ബാൻഡ്, ഇതെന്തോ ഒരു കേക്ക് ഹട്ടിയിൽ നിന്ന് വാങ്ങിച്ച് ഫ്രീ ആയിട്ട് കിട്ടിയ ക്യാൻഡിൽസാണ്. അപ്പോൾ അത് കിടപ്പുണ്ട്. പിന്നെ അതാ കുറച്ച് കാശും പിന്നെ കുറച്ച് ബിൽസോ. നമ്മുടെ ബാഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ബിൽസ് എല്ലാം നമ്മൾ ചുമ്മാ ബാഗിൽ ഇങ്ങനെ ഇടുകയല്ലേ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റുകയാണ്. പിന്നെ ഒരു ടവലുണ്ട്, അതെന്തായാലും എടുത്ത് മാറ്റി നമുക്ക് അലക്കി ക്ലീൻ ചെയ്യണം. അപ്പോൾ ബാക്കി വന്ന ആ ബിൽസും മാറ്റിക്കഴിഞ്ഞാൽ ഇനിയൊന്നും ഇല്ല ബാഗിനകത്ത്. അപ്പോൾ ആ ബാഗിൻ്റെ ഡീക്ലട്ടറിങ്ങും കഴിഞ്ഞു. പിന്നെ ഒരു ബാഗും കൂടി ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഇച്ചിരി കൂടി വലിയ ബാഗാണ്. ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇതിനകത്തൊരു വാട്ടർ ബോട്ടിലുണ്ട്, പിന്നെ ഒരു ക്ലിപ്പ് എടുപ്പുണ്ടായിരുന്നു, പിന്നെ 3 പെൻ കിട്ടിയായിരുന്നു അതിനകത്തുനിന്ന് എനിക്ക്. ഒരു കീ കിട്ടിയായിരുന്നു, അതെടുത്ത് വെക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അതിൽ. ഞാൻ 3 പെൻ മാറ്റിയിട്ട് ഒരു പെൻ വെച്ചു. വാട്ടർ ബോട്ടിൽ എടുത്ത് മാറ്റി. വലിയ അലമ്പായിട്ടൊന്നും അല്ല കിടന്നിരുന്നത് ബാഗ്സ് അത്യാവശ്യം. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പണി ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ ദിവസം നമ്മൾ അസൈൻ ചെയ്ത ടാസ്കൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. അതായിരുന്നു നല്ല ഹാപ്പിയായി. അപ്പോൾ അതാ 3 ബാഗാണ് എനിക്കുള്ളത്. അപ്പോൾ 3 ബാഗും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ഡീപ്പ് ക്ലീനിങ് നവംബറിലെ ഫസ്റ്റ് ടാസ്ക് മാറാല എടുക്കലാണ്. അപ്പോൾ അത് ഞാൻ ടിക്ക് ചെയ്തു. അതുപോലെ നവംബറിലെ ഫസ്റ്റ് ഡേ ഹാൻഡ് ബാഗ് ആണ് ഡീക്ലട്ടറിങ്ങിൽ വരുന്നത്. അതും ഞാൻ കവർ ചെയ്തു. അപ്പോൾ ഹാബിറ്റ് ട്രാക്കറിലുള്ള 2 ഹാബിറ്റ്സ് ഞാൻ എഴുതിയത് റീഡിങ് ആൻഡ് എക്സസൈസ് ആണ്. അപ്പോൾ റീഡിങ് ഞാൻ ചെയ്തു. കുറേ നാളായിട്ട് ആക്ച്വലി ഒരു 2 പേജ് പോലും ഞാൻ റീഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അന്ന് റീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളുടെ ഹു വിൽ ക്രൈ വെൻ യു ഡൈ എന്ന് പറയുന്ന ബുക്ക് തന്നെയാണ് കേട്ടോ റീഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഞാൻ എക്സസൈസ് പക്ഷേ ചെയ്തിട്ടില്ല. ആകെ ഞാൻ ചെയ്തത് താഴെ വന്നിട്ട് 7 സ്റ്റെപ്സ് ഞാൻ കയറിയായിരുന്നു, പക്ഷേ അത് ഞാൻ കൗണ്ട് ചെയ്യുന്നില്ല. സെപ്പറേറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ എക്സസൈസിന് വേണ്ടി അന്ന് ഞാൻ ടൈം സ്പെൻഡ് ചെയ്തില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ. ടുമോറോ അല്ലെങ്കിൽ എന്തായാലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി അന്നത്തെ സൺഡേ വൈൻഡപ്പ് ചെയ്യാണ്.
പതിവ് പോലെ ബാൽക്കണിയിൽ വന്ന് നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് അന്നത്തെ ദിവസം എത്ര ഹാപ്പി ആയിരുന്നു, എന്തൊക്കെ ബ്ലെസ്സിങ്സാണ് കിട്ടിയത്, അതൊക്കെ ഓർത്ത് ശരിക്കും ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.